ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് മിസ് വന്നേക്കുന്നത് നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഷോർട്ടായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ. നോക്കിക്കോ, ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഏതാണ് ചാപ്റ്ററിന്, ഏതാണ് ഇവിടെ മൂണും സ്റ്റാർസും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഏതാണ് ചാപ്റ്റർ? മൂൺ ആൻഡ് സ്റ്റാർസ് അല്ലെ, തിങ്കളും താരങ്ങളും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിയേ, ഈ പിക്ചർ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് ഇത്? വാക്സിങ് ആൻഡ് വാനിങ് അല്ലേ. എന്താണ്? വൃദ്ധിയും ക്ഷയത്തിനെയും കുറിച്ച് പറയുന്നത് അല്ലേ. നോക്കാലോ. ഇവിടെ നിങ്ങൾ ആരെ കാണുന്നുണ്ട്? മൂണിനെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മൂണിനെ കാണുന്നുണ്ട് അല്ലേ. ഇവിടെ എന്താണ്? ന്യൂ മൂൺ ആണ് അല്ലേ. ഇവിടെ എന്താണ്? ന്യൂ മൂൺ ആണ്, അഥവാ അമാവാസി അല്ലേ. എന്താണ്? ഈ ഒരു അമാവാസി നമുക്ക് ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെയോ ഫുൾ മൂൺ എന്താണ്? പൗർണമി. ഇവിടെ എന്താണ് നമുക്ക് ചന്ദ്രനെ കാണാൻ വേണ്ടി അല്ലേ, നല്ല വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നോക്കിക്കോ, ഇവിടെ നിങ്ങൾ മൂണിനെ കാണില്ലേ? മൂണിനെ കാണുന്നില്ലേ? ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു ചന്ദ്രൻ എന്താണ്? ക്ലിയർ കുറഞ്ഞായിട്ട് കാണുന്നുണ്ട് അല്ലേ. കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടം വരെ വരുമ്പോൾ നിങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ ക്ഷയം അല്ലെങ്കിൽ വാനിങ് എന്ന് വിളിക്കാം അല്ലേ. എന്താണ്? ചന്ദ്രൻ ഇങ്ങനെ ഈ ഒരു സർക്കിളിൽ ഇതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പം ഇവിടെ നിങ്ങൾക്ക് ചന്ദ്രനെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇതിനെന്ത് വിളിക്കാം? നമുക്ക് ക്ഷയം അല്ലെങ്കിൽ വാനിങ് എന്ന് വിളിക്കാം. നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യാറില്ലേ? ഇൻസ്റ്റയിൽ നമ്മൾ എന്താണ് വാനിഷിങ് മോഡ് ഓൺ ആക്കി വെക്കൂലേ. അപ്പോൾ എന്താണ് മെസ്സേജസ് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുമോ? ക്ലിയർ ആയിട്ടല്ല, അത് ഡിലീറ്റ് ആയി പോകുന്നത് നിങ്ങൾ കാണാറില്ലേ. അപ്പോൾ എന്താണ്? അതേപോലെ തന്നെയാണ് മൂണിന് നമുക്ക് ഇങ്ങോട്ടേക്ക് റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക്, ഈ ഒരു റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ മൂണിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അത് നമുക്ക് എന്ത് വിളിക്കാം? ക്ഷയം അല്ലെങ്കിൽ വാനിങ് എന്ന് വിളിക്കാം. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇങ്ങനെ പിന്നെയും എന്ത് നടക്കുന്നുണ്ട്? റൊട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മൂണിന്റെ നോക്കി, ഇവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഹാഫ് മൂണായി അല്ലേ. പിന്നെ കൂടി വന്ന് നമ്മൾ ഫുൾ മൂണായിട്ട് മാറുകയാണ് അല്ലേ. നല്ല ഫുൾ മൂണായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഫുൾ മൂണായിട്ട് മാറുകയാണ് അല്ലേ. നല്ല വൃത്തിയിൽ ആ ഒരു വൃത്തിയിൽ നിങ്ങൾക്ക് മൂണിനെ കാണാൻ പറ്റും. അങ്ങനെ വൃത്തിയിൽ നമ്മൾ മൂണിനെ കാണുന്നത് എങ്ങനെ എന്ത് പറയും? വൃദ്ധി എന്ന് പറയും കേട്ടോ. അതിനെ നമുക്ക് വൃദ്ധി എന്ന് ഓർത്ത് വെക്കാം. നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ആ മൂണിനെ കാണുന്നുണ്ട്. വൃദ്ധി ഓർത്ത് വെക്കാം. എന്താണ്? വാക്സിങ് അല്ലേ, വാക്സിങ്. ഓക്കെ, അപ്പൊ വാനിങ് എന്താ, വാക്സിങ് എന്താന്ന് മീൻസ് ഒന്നുകൂടി പറയാം. അതായത് ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് പോകുമ്പോൾ, അതായത് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? വാക്സിങ് ആണ് നടക്കുന്നത്, വൃദ്ധിയാണ് നടക്കുന്നത്. നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമ്മളെ അമ്പിളി അമ്മാവന് ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട്, നല്ല വൃത്തിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെയും അത് റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ, അതായത് ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് പോവുകയാണ് അല്ലെ. ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് പോവാണ്. അതായത് പൗർണമിയിൽ നിന്ന് പിന്നെ എങ്ങോട്ടേക്ക് പോവാണ്? അമാവാസിയിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു ക്ലിയർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലെ. ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അത് നമുക്ക് എന്ത് വിളിക്കാം? ക്ഷയം. അതെന്താണ്? ക്ഷയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ക്ഷയമാണ് നടക്കുന്നത് അല്ലെ. ക്ഷയം എന്ത് പറയാം? നമുക്ക് വാനിങ് എന്ന് പറയാം. അപ്പോൾ വാക്സിങ് എന്താണ്, വാനിങ് എന്താണ് നിങ്ങളോട് ചോദിക്കാം. വൃദ്ധി എന്താണ്, ക്ഷയം എന്താണ് നിങ്ങളോട് ചോദിക്കാം. ഏറ്റവും ഈ ഒരു ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ എന്ത് ചെയ്യുക, മിസ്സിൻ്റെ മക്കളെ ഈ വീഡിയോ കണ്ട് എന്ത് ചെയ്യുക, ഇതൊന്നും എന്ത് ചെയ്യുക, നമ്മൾ എന്താണ് വാക്സിങ്, എന്താണ് വാനിങ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നോക്കി, അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് പോകുമ്പോൾ എന്താവുക? ആ ഒരു ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് വൃദ്ധി എന്ന് പറയുന്നത്. അതുപോലെ പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് പോകുമ്പോൾ എന്താണ്? പ്രകാശിത ഭാഗം കുറഞ്ഞ അളവിലേ കാണാൻ വേണ്ടി പറ്റും അല്ലെ. കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിനെയാണ് ക്ഷയം എന്ന് പറയുന്നത്. വൃദ്ധി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാനിങ് ആയിരുന്നു. വൃദ്ധി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാക്സിങ് ആയിരുന്നു. വാക്സിങ് അല്ലെ, വാക്സിങ് ആണ്. ദെൻ എന്താണ്? ക്ഷയം എന്ന് പറഞ്ഞാൽ വാനിങ് ആണ് അല്ലേ. കാണാൻ വേണ്ടി പറ്റുന്നില്ല. അത് കുറഞ്ഞ അളവിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ക്ഷയം എന്ന് പറഞ്ഞാൽ വാനിങ് ആണ്. അപ്പൊ വൃദ്ധി എന്താണ്, ക്ഷയം എന്താണ്, അതായത് വാനിങ് എന്താണ്, വാക്സിങ് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. താങ്ക് യു.